Hi students, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ ആർഗ്യുമെന്റ് ആൻഡ് വാലിഡിറ്റി വെൻ ഡയഗ്രാം ഉപയോഗിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒന്ന് രണ്ട് പ്രോബ്ലംസ് ആണ് നോക്കുന്നത്. നോക്കിയട്ടെ. ഡിറ്റർമിൻ ദ വാലിഡിറ്റി ഓഫ് ദ ഫോളോവിങ് ആർഗ്യുമെന്റ്. S1 എന്ന് പറയുന്ന ഓൾ മൈ ഫ്രണ്ട്സ് ആർ മ്യൂസിഷ്യൻ. S2 ജോൺ ഈസ് മൈ ഫ്രണ്ട്. S3 നൺ ഓഫ് മൈ നൈബേഴ്സ് ആർ മ്യൂസിഷ്യൻ. S ജോൺ ഈസ് നോട്ട് മൈ നൈബർ. അപ്പം ആദ്യത്തെ ഈ മൂന്നെണ്ണം എന്താണ്? അസംഷൻസ് എന്നോ അല്ലെ പ്രിമൈസസ് എന്നോ പറയാം അല്ലേ? ആദ്യത്തെ മൂന്നെണ്ണം എന്ന് പറഞ്ഞാൽ അസംഷൻസ് ആകാം അല്ലെ പ്രിമൈസസ് ആകാം. ലാസ്റ്റിലത്തെ ഈ എസ് എന്താണ്? കൺക്ലൂഷനാണ്. ഓക്കെ, ലാസ്റ്റിലത്തെ എസ് കൺക്ലൂഷനാണ്. ഇത് നാലും കൂടെ ഈ അസംഷൻസും കൺക്ലൂഷനോടെ ചേരുന്ന ഈ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെ വിളിക്കുന്നവരാണ് ആർഗ്യുമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആർഗ്യുമെന്റ് വാലിഡ് ആകണമെങ്കിൽ ഈ കൺക്ലൂഷൻ ഈ മൂന്ന് പ്രിമൈസസിനെ ഫോളോ ചെയ്യണം. അപ്പൊ S1 നോക്കിയാട്ടെ. S1 അനുസരിച്ച് എല്ലാ ഫ്രണ്ട്സും മ്യൂസിഷ്യൻ ആണ് അല്ലെ? എല്ലാ ഫ്രണ്ട്സും മ്യൂസിഷ്യൻ ആണ്. ജോൺ എൻ്റെ ഫ്രണ്ടാണ്. എൻ്റെ നൈബേഴ്സ് മ്യൂസിഷ്യൻ അല്ല. ജോണ് നൈബർ ആയിരുന്നു എങ്കിൽ ജോൺ എന്താകത്തില്ല? മ്യൂസിഷ്യൻ ആകത്തില്ല. പക്ഷെ ജോൺ എൻ്റെ ഫ്രണ്ടാണ്. അപ്പൊ ജോൺ ആരായിരിക്കും? ഉറപ്പായിട്ട് മ്യൂസിഷ്യൻ ആയിരിക്കും. ജോൺ എൻ്റെ നൈബറും അല്ല. ഓക്കെ, അപ്പം ഈ മൂന്ന് അസംഷനും ഫോളോ ചെയ്തിട്ടാണ് ഈ കൺക്ലൂഷൻ വന്നേക്കുന്നത്. അപ്പൊ അസംഷൻ ട്രൂ ആണ്. ഫ്രണ്ട്സ് മ്യൂസിഷ്യൻ ആണ്. ജോൺ ഫ്രണ്ട് ആണ്. നൈബേഴ്സ് ഒന്നും മ്യൂസിഷ്യൻ അല്ല. ജോൺ എന്താണ്? ജോൺ നൈബറും അല്ല. അപ്പൊ ജോൺ ഫ്രണ്ട് ആയതുകൊണ്ട് ജോൺ മ്യൂസിഷ്യൻ ആയിരിക്കും. ജോൺ നൈബറും അല്ല. ഓക്കെ എന്ന് പറയുമ്പോൾ ഈ അസംഷൻസ് എല്ലാം ഫോളോ ചെയ്തിട്ടാണ് കൺക്ലൂഷൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ കൺക്ലൂഷൻ എന്താണെന്ന് പറയാൻ സാധിക്കും? വാലിഡ് ആർഗ്യുമെന്റ് ആണ് എന്ന് പറയാൻ സാധിക്കും. ഈ അസംഷൻസ് എല്ലാം ഫോളോ ചെയ്തിട്ടാണ് നമ്മുടെ കൺക്ലൂഷൻ വന്നിരിക്കുന്നത്. അപ്പൊ കൺക്ലൂഷൻ എന്തായിരിക്കും? വാലിഡ് ആർഗ്യുമെന്റ് ആണ്. ഓക്കെ, S1ഉം S3 വെൻ ഡയഗ്രത്തിനകത്ത് നമ്മൾ വരയ്ക്കുന്നത് എന്താണ്? S1 എന്താ പറയുന്നത്? എല്ലാ ഫ്രണ്ട്സും മ്യൂസിഷ്യൻ ആണ്. S3 പറയുന്നത് നൈബേഴ്സ് ഒന്നും മ്യൂസിഷ്യൻ അല്ല. അപ്പൊ അതെന്താണ്? ഡിസ്ജോയിന്റ് ആണ്. നൈബേഴ്സിനെ നമ്മൾ സെപ്പറേറ്റ് വരച്ച് നിർത്തി. കാരണം നൈബറിന് ഈ ഫ്രണ്ട്സുമായിട്ടോ മ്യൂസിഷ്യനുമായിട്ടോ ഒന്നും റിലേഷൻ ഇല്ല. കാരണം നൈബർ ഇവരുമായിട്ടൊന്നും റിലേറ്റഡ് അല്ല അല്ലെ? ഒരു നൈബർ പോലും മ്യൂസിഷ്യൻ അല്ല അല്ലെ? നമ്മുടെ ഫ്രണ്ട്സ് എടുക്കുന്നു. ഫ്രണ്ട്സിന്റെ സർക്കിൾ ആണ് ആദ്യം വരുന്നത് അല്ലെ? ഫ്രണ്ട്സ് എല്ലാവരും എന്തായിരിക്കും? മ്യൂസിഷ്യൻ ആയിരിക്കും. ഫ്രണ്ട്സ് വരുന്നു, അതിന്റെ വെളിയിൽ മ്യൂസിഷ്യൻ വരുന്നു. പക്ഷെ നൈബേഴ്സ് ഒന്നും എന്തല്ല? മ്യൂസിഷ്യൻ അല്ല. അപ്പൊ നൈബേഴ്സിനെ നമ്മൾ സെപ്പറേറ്റ് വരയ്ക്കുന്നു. അപ്പം ഇങ്ങനെയാണ് വെൻ ഡയഗ്രാം വരയ്ക്കുന്നത്. അതിന്റെ വെൻ ഡയഗ്രാം വരയ്ക്കുമ്പോഴത്തേനും ഇതാ നൈബേഴ്സ് സെപ്പറേറ്റ് നിൽക്കണം. കാരണം നൈബേഴ്സ് ഒന്നും എന്തല്ല? നൈബേഴ്സ് ഒന്നും മ്യൂസിഷ്യൻ അല്ല. നൈബേഴ്സ് ഫ്രണ്ട്സ് ആകാം, പക്ഷെ അവരെന്തല്ല? മ്യൂസിഷ്യൻ അല്ല. അതേസമയം ഫ്രണ്ട്സിന്റെ സർക്കിൾ എടുത്താൽ ഫ്രണ്ട്സിന്റെ സർക്കിളിലുള്ളവരെല്ലാം എന്തായിരിക്കും? മ്യൂസിഷ്യന്മാരാണ് അല്ലെ? ഫ്രണ്ട്സിന്റെ സർക്കിൾ എടുത്താൽ അവരെല്ലാം ആരാണ്? അവരെല്ലാം മ്യൂസിഷ്യന്മാരായിരിക്കും. ഫ്രണ്ട്സിന്റെ സർക്കിള് അവരെല്ലാം മ്യൂസിഷ്യൻസ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ റെക്ടാങ്കിൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. S2 എന്ന് പറഞ്ഞാൽ ജോൺ ആരുടെ സർക്കിളിൽ വരുന്ന? ഫ്രണ്ട്സിന്റെ സർക്കിളാണ്. അപ്പൊ അത് ഏതിൽ നിന്ന് ഡിസ്ജോയിന്റ് ആണ്? നൈബറിന്റെ സെറ്റിൽ നിന്നും ഡിസ്ജോയിന്റ് ആണ്. അപ്പം ജോൺ S എന്താണ്? വാലിഡ് ആണ്. കാരണം വാലിഡ് കൺക്ലൂഷൻ ആണ്. അവിടെ ആർഗ്യുമെന്റ് എന്താണ്? വാലിഡ് ആയിരിക്കും. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പം ഇതാണ് നമുക്ക് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പഠിക്കാനുള്ള. ഈ രീതിയിലാണ് നിങ്ങൾ വെൻ ഡയഗ്രാം വരച്ച് വാലിഡ് ആർഗ്യുമെന്റ് ആണോ അല്ലയോ എന്ന് പറയേണ്ടത്. ആർഗ്യുമെന്റ് വാലിഡ് ആണോ എന്ന് പറയാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് ലോജിക്കലി ഒന്ന് ചിന്തിച്ചാൽ മതി. ആ സ്റ്റേറ്റ്മെന്റുകളെ നിങ്ങളൊന്ന് മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ആർഗ്യുമെന്റ് വാലിഡ് ആണോ എന്ന് പറയാൻ സാധിക്കും. വാലിഡ് ആണെങ്കിൽ അതായത് എലമെന്റ് കോമൺ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ വരയ്ക്കണം. ഇപ്പൊ ഫ്രണ്ട്സ് എല്ലാം മ്യൂസിഷ്യൻ ആയതുകൊണ്ട് സബ്സെറ്റ് പോലെ വരച്ചു. ഡിസ്ജോയിന്റ് ആയ സെറ്റ് ഉണ്ട്, അത് സെപ്പറേറ്റ് വരയ്ക്കണം. ഓക്കെ, അതേസമയം നമ്മൾ തൊട്ട് മുമ്പിലത്തെ സെറ്റിനകത്ത് ടിൻ ഓബ്ജക്ട്സും സോസ്പാനും സബ്സെറ്റ് ആണ്, ഇങ്ങനെ വരച്ചു. യുവർ പ്രസൻസും യൂസ്ഫുൾ തിങ് അതും സബ്സെറ്റ് ആണ്, ഇങ്ങനെ വരച്ചു. അപ്പൊ സബ്സെറ്റ് ആണോ എന്ന് നോക്കുക, അതിനെ ആ രീതിയിൽ വരയ്ക്കാം. അല്ല ഡിസ്ജോയിന്റ് ആണെന്ന് തോന്നിയാൽ ഈ രീതിയിൽ വരയ്ക്കാം. ഓക്കെ, ആ രീതിയിൽ വെൻ ഡയഗ്രാം വരച്ചാൽ മതി. പിന്നെ ആർഗ്യുമെന്റ് വാലിഡ് ആണോ എന്ന് നിങ്ങൾ എഴുതേണ്ടത് ആ സ്റ്റേറ്റ്മെന്റുകളെ വായിച്ചു നോക്കാം. പ്രിമൈസസുകളെല്ലാം ട്രൂ ആയിട്ടാണോ വരുന്നതെന്ന് നോക്കുക. അതിനെ ബേസ് ചെയ്തിട്ടാണോ കൺക്ലൂഷൻ എഴുതിയേക്കുന്നതെന്ന് നോക്കുക. കൺക്ലൂഷനും ഈ പ്രിമൈസ് അനുസരിച്ചാണോ ഫോളോ ചെയ്ത് എഴുതിയേക്കുന്നതെന്ന് വായിച്ചാൽ മനസ്സിലാവും. അതിൽ നിന്ന് നിങ്ങൾക്ക് ആർഗ്യുമെന്റ് വാലിഡ് ആണോ എന്ന് പറയാം. കൺക്ലൂഷൻ പ്രിമൈസ് അനുസരിച്ചാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അത് വാലിഡ് ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാട്ടെ. ഒരു വെൻ ഡയഗ്രാം ഉപയോഗിച്ചിട്ട് എയും ബിയും സി, ഈ പറയുന്ന എയും ബിയും സിയുടെ ഷെയ്ഡഡ് പോർഷൻ വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. ആദ്യത്തേത് എ മൈനസ് ബി യൂണിയൻ സി. ഓക്കെ, ഇത് നമുക്ക് വരയ്ക്കണമെങ്കിൽ നമ്മൾ അടുത്തൊരു ടോപ്പിക്ക് പഠിക്കാണ്ട്, അത് പഠിച്ചിട്ട് ഈ വെൻ ഡയഗ്രാം വരയ്ക്കുന്ന പറഞ്ഞുതരാമേ. ഓക്കെ, ഇതാ ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ തന്നിട്ടുണ്ട്. കൺസിഡർ ദ ഫോളോവിങ് അസംഷൻസ്. S1 പറഞ്ഞേക്കുന്നത് ഓൾ ഡിക്ഷണറീസ് ആർ യൂസ്ഫുൾ. S2 പറഞ്ഞേക്കുന്നത് മേരി ഓൺസ് ഓൺലി റോമൻസ് നോവൽസ്. S3 പറഞ്ഞേക്കുന്നത് മേരി ഓൺസ് ഓൺലി റൊമാൻസ് നോവൽസ്. S3 പറയുന്നത്
നോ റൊമാൻസ് നോവൽ ഈസ് യൂസ്ഫുൾ. ഓക്കെ, യൂസ് എ വെൻ ഡയഗ്രാം ടു ഡിറ്റർമിൻ ദ വാലിഡിറ്റി ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോവിങ് കൺക്ലൂഷൻ. ആദ്യത്തെ കൺക്ലൂഷൻ പറഞ്ഞ റൊമാൻസ് നോവൽസ് ആർ നോട്ട് ഡിക്ഷണറീസ്. രണ്ടാമത്തെ കൺക്ലൂഷൻ പറയുന്നത് മേരി ഡസ് നോട്ട് ഓൺ എ ഡിക്ഷണറി. മൂന്നാമത്തെ കൺക്ലൂഷൻ പറയുന്നത് ഓൾ യൂസ്ഫുൾ ബുക്സ് ആർ ഡിക്ഷണറീസ്. ഓക്കെ, അവിടെ ആദ്യം പറഞ്ഞേക്കുന്ന മൂന്നെണ്ണം എന്താണ്? ഈ S1 S2 S3 എന്ന് പറഞ്ഞേക്കുന്ന മൂന്നെണ്ണം അസംഷൻസ് അല്ലെങ്കിൽ പ്രിമൈസസ് ആണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, S1 S2 S3 ഇത് മൂന്നും അസംഷൻസ് അല്ലെങ്കിൽ പ്രിമൈസസ് ആണ്. ഇത് മൂന്നും എന്താണ്? കൺക്ലൂഷൻ ആണ്. ആദ്യത്തെ S1 S2 S3 അതുമായിട്ട് റിലേറ്റഡ് ആകുന്ന ഓരോ കൺക്ലൂഷൻസ് ആണ് ഈ പറഞ്ഞേക്കുന്നത്. അപ്പം ഈ അസംഷൻ, ഈ മൂന്ന് അസംഷനോട് ചേരുന്ന ആദ്യത്തെ കൺക്ലൂഷൻ ഇത്, ഈ മൂന്ന് അസംഷനോട് ചേരുന്ന രണ്ടാമത്തെ കൺക്ലൂഷൻ ഇത്, ഈ മൂന്ന് അസംഷനോട് ചേരുന്ന മൂന്നാമത്തെ കൺക്ലൂഷൻ ഇത്. അപ്പൊ ഇവിടെ എത്ര ആർഗ്യുമെന്റ്സ് തന്നിട്ട്? 3 സെറ്റ് ഓഫ് ആർഗ്യുമെന്റ്സ് തന്നിട്ടുണ്ട് അല്ലെ. എയും ബിയും സിയുമായിട്ട് 3 സെറ്റ് ഓഫ് ആർഗ്യുമെന്റ്സ് തന്നിട്ടുണ്ട്. ഈ 3 സെറ്റ് ഓഫ് ആർഗ്യുമെന്റ്സ് നമുക്ക് വാലിഡ് ആണോ അല്ലയോ എന്ന് നോക്കണം. ഓക്കെ, ആദ്യത്തെ എന്താണ്? എല്ലാ ഡിക്ഷണറിയും യൂസ്ഫുൾ ആണ്. ഓക്കെ ആണല്ലോ. ഇനി മേരി ഓൺസ് ഓൺലി റൊമാൻസ് നോവൽ. അതിൽ മേരി എന്ത് മാത്രമേ വായിക്കുന്നുള്ളൂ? റൊമാൻസ് നോവൽ മാത്രമേ വായിക്കുന്നുള്ളൂ. നോ റൊമാൻസ് നോവൽ ഈസ് യൂസ്ഫുൾ. റൊമാൻസ് നോവൽ എന്തല്ല? യൂസ്ഫുൾ അല്ല. അപ്പൊ ഇത് 3 പ്രിമൈസസ് പറഞ്ഞല്ലോ. ആദ്യത്തെ കൺക്ലൂഷൻ പറഞ്ഞ റൊമാൻസ് നോവൽസ് ആർ നോട്ട് ഡിക്ഷണറി. റൊമാൻസ് നോവൽ എന്തല്ല? ഡിക്ഷണറി അല്ല. ശരിയല്ലേ? റൊമാൻസ് നോവൽ യൂസ്ഫുൾ ആയിരുന്നു എങ്കിൽ അതെന്തായേ പറ്റൂ? ഡിക്ഷണറി ആയേ പറ്റൂ അല്ലെ. ഡിക്ഷണറീസ് എല്ലാം എന്താണെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്? യൂസ്ഫുൾ ആണ്. S3 എന്ത് പറയുന്നുണ്ട്? റൊമാൻസ് നോവൽ എന്തല്ല? യൂസ്ഫുൾ അല്ല. റൊമാൻസ് നോവൽ യൂസ്ഫുൾ അല്ല എന്ന് പറഞ്ഞാൽ റൊമാൻസ് നോവൽ ഡിക്ഷണറി ആവോ? ഇല്ല, റൊമാൻസ് നോവൽ ഡിക്ഷണറി ആകത്തില്ല. റൊമാൻസ് നോവൽ ഡിക്ഷണറി ആയിരുന്നു എങ്കിൽ അത് യൂസ്ഫുൾ ആയേനെ. അപ്പം റൊമാൻസ് നോവൽ യൂസ്ഫുൾ അല്ല എന്ന് പറയുമ്പോൾ റൊമാൻസ് നോവൽ എന്തല്ല? ഡിക്ഷണറി അല്ല. അപ്പം ഈ എ എന്ന് പറയുന്ന കൺക്ലൂഷൻ എന്താവും? വാലിഡ് ആവും. ശരിയല്ലേ? എ എന്ന് പറയുന്ന കൺക്ലൂഷൻ വാലിഡ് ആയി. ഇനി രണ്ടാമത്തെ നോക്കിയേ, മേരി ഡസ് നോട്ട് ഓൺ എ ഡിക്ഷണറി. മേരിക്ക് എന്തില്ല? ഡിക്ഷണറി ഇല്ല. നോക്കിയേ, എല്ലാ ഡിക്ഷണറീസും യൂസ്ഫുൾ ആണ്. മേരിക്ക് എന്ത് മാത്രമേ ഉള്ളൂ? മേരിയുടെ റൊമാൻസ് നോവൽ മാത്രമേ ഉള്ളൂ. ഇവിടെ റൊമാൻസ് നോവൽ എന്തല്ല എന്ന് പറയുന്നുണ്ട്? റൊമാൻസ് നോവൽ യൂസ്ഫുൾ അല്ല എന്ന് പറയുന്നു. അപ്പൊ റൊമാൻസ് നോവൽ യൂസ്ഫുൾ അല്ല എന്ന് പറഞ്ഞാൽ റൊമാൻസ് നോവൽ ഡിക്ഷണറി ആണോ? അല്ല. അപ്പൊ മേരിയുടെ ഇരിക്കുന്നത് ഡിക്ഷണറി ആണോ? അല്ല. അപ്പൊ മേരി ഡസ് നോട്ട് ഓൺ എ ഡിക്ഷണറി. മേരിയുടെ റൊമാൻസ് നോവൽ ആണോ ഉള്ളത്? ആ റൊമാൻസ് നോവൽ യൂസ്ഫുൾ അല്ല എന്ന് S3 പറയുന്നുണ്ട്. അപ്പൊ റൊമാൻസ് നോവൽ യൂസ്ഫുൾ അല്ല എന്ന് പറഞ്ഞാൽ S1 നോക്കിയാൽ നമുക്കറിയാം ഡിക്ഷണറീസ് എല്ലാം യൂസ്ഫുൾ ആണ്. അപ്പൊ റൊമാൻസ് നോവൽ യൂസ്ഫുൾ അല്ലെങ്കിൽ റൊമാൻസ് നോവൽ എന്തല്ല? ഡിക്ഷണറി അല്ല. അപ്പൊ മേരിയുടെ ഇരിക്കുന്ന റൊമാൻസ് നോവൽ എന്തല്ല? ഡിക്ഷണറി അല്ല. അപ്പൊ മേരിയുടെ എന്തില്ല? ഡിക്ഷണറി ഇല്ല. അപ്പം ആ 3 പ്രിമൈസസും ഫോളോ ചെയ്ത് പറഞ്ഞാൽ ഈ കൺക്ലൂഷൻ എന്താണ്? വാലിഡ് ആണ്, ശരിയായ കാര്യമാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ വായിച്ചു നോക്കിയേ. മൂന്നാമത്തെ വായിച്ചു നോക്കിയാല് ഓൾ യൂസ്ഫുൾ ബുക്സ് ആർ ഡിക്ഷണറി. എല്ലാ യൂസ്ഫുൾ ബുക്സും എന്താണെന്ന് പറയുന്നത്? ഡിക്ഷണറി ആണ്. എല്ലാ യൂസ്ഫുൾ ബുക്സും ഡിക്ഷണറി ആകണേ എന്ന് പറയുമ്പോൾ ഈ റൊമാൻസ് നോവലും എന്താകണം? യൂസ്ഫുൾ ആകണം. പക്ഷേ നമ്മളിവിടുത്തെ പ്രിമൈസസിനകത്തെ മൂന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് എന്താണ്? റൊമാൻസ് നോവൽ യൂസ്ഫുൾ അല്ല എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ മൂന്നാമത്തെ പ്രിമൈസസ് ട്രൂ ആണോ? അല്ല. മൂന്നാമത്തെ പ്രിമൈസസ് ട്രൂ അല്ലാത്തത് കൊണ്ട് ഇത് വാലിഡ് ആവോ? ഈ മൂന്നാമത് എഴുതിയേക്കുന്ന കൺക്ലൂഷൻ എന്തല്ല? വാലിഡ് അല്ല. മനസ്സിലായോ? നമ്മൾ ആ സ്റ്റേറ്റ്മെന്റുകളെ കൃത്യമായി വായിച്ചു നോക്കിയാൽ നമുക്ക് വാലിഡ് ആണോ അല്ലയോ എന്ന് അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പം ഡിക്ഷണറീസ് യൂസ്ഫുൾ ആണ്. മേരി വായിക്കുന്നത് റൊമാൻസ് നോവലാണ്. അപ്പൊ റൊമാൻസ് നോവൽ യൂസ്ഫുൾ അല്ല എന്ന് പറഞ്ഞാൽ ഡിക്ഷണറി യൂസ്ഫുൾ, റൊമാൻസ് നോവൽ ഡിക്ഷണറി അല്ല. അപ്പം ആദ്യത്തെ എ വാലിഡ് ആണ്. പിന്നെ മേരി വായിക്കുന്നത് റൊമാൻസ് നോവലാണ്. റൊമാൻസ് നോവൽ യൂസ്ഫുൾ അല്ല, അതുകൊണ്ട് അത് ഡിക്ഷണറി അല്ല. അപ്പൊ മേരിയുടെ എന്തില്ല? ഡിക്ഷണറി ഇല്ല. അപ്പൊ അതും എന്താണ്? വാലിഡ് ആണ്. ഓക്കെ, പിന്നെ ഡിക്ഷണറീസ് യൂസ്ഫുൾ ആണ്, പക്ഷെ റൊമാൻസ് നോവൽ യൂസ്ഫുൾ അല്ലാത്തത് കൊണ്ട് എല്ലാ ബുക്കുകളും യൂസ്ഫുൾ ആകണമെന്നില്ല. പക്ഷെ മൂന്നാമത്തിനകത്ത് വരും എല്ലാ ബുക്കുകളും ഡിക്ഷണറി ആണെന്ന് പറഞ്ഞു. എല്ലാ ബുക്കുകളും യൂസ്ഫുൾ അല്ലാത്തത് കൊണ്ട് എല്ലാ ബുക്കുകളും ഡിക്ഷണറി അല്ല. റൊമാൻസ് നോവൽ യൂസ്ഫുൾ അല്ല, അതുകൊണ്ട് മൂന്നാമത്തെ എന്തല്ല? വാലിഡ് അല്ല. ഓക്കെ, ഇനി ഇതിന്റെ വെൻ ഡയഗ്രാം എങ്ങനെ വരയ്ക്കുന്നത് നോക്കിയേ. വെൻ ഡയഗ്രാം വരയ്ക്കാനായിട്ട് നമ്മൾ ആദ്യം റെക്റ്റാങ്കിൾ യു വരച്ചു. ഓക്കെ, പിന്നെ നമുക്ക് ആരെ തമ്മിൽ കണക്ട് ചെയ്യാം നോക്കിയേ. ഡിക്ഷണറീസ് എല്ലാം യൂസ്ഫുൾ ആണ് അല്ലെ. ഡിക്ഷണറീസ് എല്ലാം യൂസ്ഫുൾ ആയതുകൊണ്ട് S1 S3 എടുത്താൽ എന്താണ്? S3 എന്ന് പറഞ്ഞാൽ ആരുടെ സബ്സെറ്റ് ആണ്? S1ന്റെ സബ്സെറ്റ് ആണ് അല്ലെ. S1 വെച്ചാൽ എല്ലാ ഡിക്ഷണറീസും യൂസ്ഫുൾ ആണ് അല്ലെ. അപ്പൊ ഡിക്ഷണറിയാണ് S1 അല്ലെ. അപ്പം ഡിക്ഷണറി ആരുടെ സബ്സെറ്റ് ആണെന്ന് പറയാൻ സാധിക്കും? ഡിക്ഷണറീസ് യൂസ്ഫുൾ അല്ലേ. അപ്പൊ നമുക്ക് ഈ ബ്രാക്കറ്റിനകത്ത് എന്ത് ഞാൻ ഇച്ചിരി വലുതായിട്ട് വരയ്ക്കാമേ. അപ്പൊ വാലിഡ് ഇത് മനസ്സിലായല്ലോ.
അപ്പോൾ നമുക്ക് എയ്ക്കും ബിക്കും വരച്ചാൽ മതി ഇത് നോക്കിയട്ടെ. ആദ്യം നമ്മൾ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. ഇത് റെക്റ്റാങ്കിൾ യു വരച്ചു. പിന്നെ ആദ്യം എന്ത് വരയ്ക്കേണ്ടത്? ഡിക്ഷണറീസ് അല്ലേ? ഡിക്ഷണറീസ് എല്ലാം യൂസ്ഫുൾ ആണെന്നല്ലേ എടുത്തത്. അപ്പം വെൻ ഡയഗ്രത്തിനകത്ത് ആദ്യം ഇവിടെ വരയ്ക്കേണ്ടത് ഡിക്ഷണറീസ് ആണ്. ഓക്കെ, ഡിക്ഷണറീസ് എല്ലാം യൂസ്ഫുൾ ആയതുകൊണ്ട് ഇതിൻ്റെ വെളിയിൽ വരണം ആര് വരാനായിട്ട്? യൂസ്ഫുൾ ബുക്സ് വരാനായിട്ട്. ഓക്കെ, ഇതിൻ്റെ വെളിയിൽ വേണം യൂസ്ഫുൾ ബുക്സ് വരാനായിട്ട്. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തെ എന്താ പറയുന്നത്? മേരിക്കുള്ളത് എന്താണ്? മേരിക്കകത്ത് ഡിക്ഷണറി ഇല്ല എന്നാ പറയുന്നത്. അപ്പം മേരിക്ക് ഡിക്ഷണറി ഇല്ല എന്ന് പറയുമ്പോൾ എന്ത് വരയ്ക്കണം? ഇതിനകത്ത് തന്നെ വരച്ചാലും മതി അത് കേട്ടോ. ഞാനിവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് സെപ്പറേറ്റ് വരയ്ക്കുന്നു. അപ്പം മേരിയുടെ ബുക്ക് ഉണ്ടല്ലോ അല്ലേ? മേരിയുടെ ബുക്ക് ഡിക്ഷണറി ആണോ? അല്ല. രണ്ടാമത്തെ കൺക്ലൂഷൻ പറയുന്നത് മേരിയുടെ ഉള്ളത് ഡിക്ഷണറി അല്ല എന്നാ പറയുന്നത് അല്ലേ? അപ്പം മേരിയുടെ ബുക്ക് ഉണ്ട്. ആ ബുക്ക് എന്താ? ഡിക്ഷണറി ആണോ? ഡിക്ഷണറി അല്ല. പിന്നെ എന്ത് ബുക്കാണ്? റൊമാൻസ് നോവലാണ്. അപ്പം മേരിയുടെ ബുക്ക് റൊമാൻസ് നോവൽ അതിൻ്റെ വെളിയിലായിട്ട് വരച്ചു. ഓക്കെ, ഇങ്ങനെ വേണം എന്ത് ചെയ്യാനായിട്ട്? ഇതിനെ വെൻ ഡയഗ്രാം ഉപയോഗിച്ചിട്ട് വാലിഡിറ്റി ഡിറ്റർമിൻ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം ഈ ഒരു എക്സാമ്പിളും പഠിച്ചു വെച്ചോണം. ഞാനത് ഇവിടെ വെൻ ഡയഗ്രാം ഉപയോഗിച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പം വാലിഡിറ്റി, ആർഗ്യുമെന്റിന്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പം ഈ രണ്ട് എക്സാമ്പിളും കൂടെ ഇതിനോടുകൂടി നോക്കിപ്പോണം. അപ്പോൾ ആർഗ്യുമെന്റ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ആർഗ്യുമെന്റ്സ് വെൻ ഡയഗ്രാം ഉപയോഗിച്ചിട്ട് ആർഗ്യുമെന്റ്സ് വാലിഡ് ആണോ എന്ന് വരയ്ക്കുന്ന ഈ ഫിഗറും ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ.